നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ 2024-25 സീസണിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരുങ്ങിയ സംഘങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ അതിലൊന്ന് ഈസ്റ്റ് ബംഗാൾ FCയുടേതാവും എന്നതുറപ്പ്. കാൾസ് ക്വാദ്രാത്ത് എന്ന പരിശീലകന് കീഴിൽ കഴിഞ്ഞ സീസണിൽ തന്നെ ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനലിൽ ഇടം പിടിക്കാനും സൂപ്പർ കപ്പിൽ മുത്തമിടാനും ഒക്കെ അവസരം ലഭിച്ച ഈസ്റ്റ് ബംഗാൾ FC ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിലും കൂടി നോട്ടമിട്ട് തന്നെയാണ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ടോപ്പ് സ്കോറർ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ മദീദ് തലാലിനെ പഞ്ചാബ് FCയിൽ നിന്നും സ്വന്തമാക്കി കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ FC ഡ്യൂറൻ കപ്പിൽ തങ്ങളുടെ തുടർച്ചയായ രണ്ടാം വിജയവും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഗ്രൂപ്പ് എയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ 3-1 എന്ന സ്കോറിന് ഇന്ത്യൻ എയർഫോഴ്സിനെ പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ FC തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഡൗൺ ടൗൺ ഹീറോസിനെയും അതേ സ്കോറിന് തന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈസ്റ്റ് ബംഗാൾ FCയുടെ 2 വിജയങ്ങളിലും തിളങ്ങി നിന്നത് ഫ്രഞ്ച്മാൻ മദീദ് തലാൽ തന്നെയായിരുന്നു. 2 മത്സരങ്ങളിലും കളം നിറഞ്ഞ് കളി നെയ്ത മദീദ് തലാൽ ആദ്യ മത്സരത്തിൽ ഒരു അസിസ്റ്റ് കൂടി സ്വന്തമാക്കിയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതെങ്കിൽ ഇത്തവണ ഗോൾ പട്ടികയിലും ഇടം പിടിച്ചായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. മലയാളി താരം ജസിൻ ടിക്കയും ഗോൾ പട്ടികയിൽ ഇടം കണ്ടെങ്കിൽ മറ്റൊരു മലയാളി താരം ഷഹീം ടീയുടെ മനോഹരമായ നീക്കങ്ങൾക്കും സാക്ഷിയായിരുന്നു ഈ മത്സരം. ഒപ്പം ഗോൾ നേട്ടം വയനാടിന് സമർപ്പിച്ച ജസിൻ ടിക്കയുടെ നീക്കവും ശ്രദ്ധേയമായി. സ്റ്റേ സ്ട്രോങ് വയനാട് വി ആർ വിത്ത് യു എന്നെഴുതിയ ജേഴ്സി ഉയർത്തിപ്പിടിച്ചുള്ള സമർപ്പണത്തിന് പിന്നാലെ ഈസ്റ്റ് ബംഗാൾ FCയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഏറ്റെടുത്തിരിക്കുന്നു ഈ നീക്കങ്ങൾ. മലയാളി താരങ്ങളായ ജസിൻ, ഷഹീം, അമൻ എന്നിവർ ചേർന്നുള്ള വയനാടിന് സമർപ്പിച്ച ഗോളാഘോഷമാണ് സ്റ്റേ സ്ട്രോങ് വയനാട് എന്ന തലക്കെട്ടോടെ ഈസ്റ്റ് ബംഗാൾ FCയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.